ജില്ലാശുപത്രിയിലെ മലിനജലം പൊട്ടിയൊഴുകുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലേക്ക്. പ്രതിഷേധവുമായി HMC അംഗങ്ങൾ. ജില്ലാശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഴുക്കുചാൽ അടിഞ്ഞതിനെ തുടർന്നാണ് മലിനജലം പൊട്ടിയൊഴുകിയത്. മൂക്കുപൊത്തിയാണ് ഗർഭിണികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ കൈക്കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയത്. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് HMC അംഗങ്ങൾ ആവശ്യപ്പെട്ടു. HMC യോഗങ്ങളിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടാവാത്തത് പ്രതിഷേധാർഹമാണെന്നും കരാറുകാരനെ വഴിവിട്ട് സഹായിക്കാനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ നീക്കം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. രോഗികൾക്ക് പൊടിശല്യം ഉൾപ്പെടെ നിരന്തരമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന കരാറുകാരനെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് HMC അംഗങ്ങളായ മാധവ വാര്യർ, ബോബൻ മാട്ടുമന്ത, സുന്ദരൻ കാക്കത്തറ, പുത്തൂർ മണികണ്ഠൻ, രമേഷ് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രിയിലെ മലിനജലം മുഴുവൻ ഓട പൊട്ടിയൊലിച്ച് ഒഴുകി വരുന്നത് മുഴുവൻ റോട്ടിലേക്കാണ്. ആ റോട്ടിൽ നിന്ന് കുട്ടികളുടെ ആശുപത്രിയിലേക്ക് വരുന്നവർക്കാണ് ഇത് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇത് അതിനകത്ത് തന്നെ ജില്ലാ ആശുപത്രിക്ക് അകത്ത് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകി വരുന്നത്. മുൻപ് ഈ വിഷയം സൂചിപ്പിച്ചെങ്കിലും അന്ന് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഈ വിഷയത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ മലിനജലം മുഴുവൻ റോട്ടിലേക്ക് ഒഴുകി വരുന്നത്. മുൻപ് HMC യോഗങ്ങളിൽ HMC മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റോഡ് ടാർ ചെയ്ത് നവീകരിക്കണമെന്നത്. എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാരണം ചൂണ്ടിക്കാണിച്ചാണ് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നിർമ്മാണം വൈകിപ്പിക്കുന്നത്. അടിയന്തരമായി ഈ ഡ്രെയിനേജുകൾ വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം ഉടനടി പൂർത്തീകരിക്കാനുമുള്ള നടപടിയാണ് എടുക്കേണ്ടത്. സാധാരണക്കാർക്ക് ഈ റോഡിൽ വരാൻ നിർത്തിയില്ല, സ്മെല്ലും അതേപോലെ നടക്കാൻ നിർത്തിയില്ല, വണ്ടി വാഹനങ്ങൾ 2 വീലർ കൊണ്ടുവരാൻ നിർത്തിയില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് യാതൊരു നടപടിയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നോ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.